സാർ എന്നെ കുറിച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത് വേണ്ട സാറേ. അതെ, നിന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യടാ നീ? സാറേ ആ പറടാ, നീ എന്ത് ചെയ്യും? സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്ക്. ഓ, ഒന്നുകൂടി പറഞ്ഞ പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യൂന്ന്? ഷർട്ടിന്ന് വിട് സാറേ. അന്ന് നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലേ നീ എന്റെ മേലെ കൈവയ്ക്കാൻ നോക്കിയത്. ദേ, ഇന്നിപ്പോ നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുക. വൃത്തികെട്ടവൻ. എന്ത് ചെയ്യടാ നീ? സാറേ ഞാൻ പിന്നെയും പറയാ, എന്റെ ഷർട്ടിന്ന് വിട്. വിടാനാ പറഞ്ഞത്. സച്ചി, നീന്റെ യൂണിഫോമിലെ തൊട്ട് കളിച്ചല്ലേ? മതിയടാ, ഇത് മതി എനിക്ക്. നിന്നെ പിടിച്ച അകത്തന്നെ ഇത്രയും മതിരാ. സാറേ ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല. സാറെന്നെ പിടിച്ച് തള്ളിയപ്പോ വീഴാൻ പോയപ്പോ ഞാൻ കയറി പിടിച്ചതാ. അല്ല, നീ കരുതി കൂട്ടി ചെയ്തത് തന്നെയാ. ലോക്കപ്പിലിട്ട് നിന്റെ തിളപ്പ് മാറ്റിയതിന് ശേഷം നിന്നെ കോടതിയിൽ ഹാജരാക്കൂ. നടക്കണ കൂട്. ഒരു മിനിറ്റ്, അങ്ങോട്ട് നോക്കി. എന്റെ പരിചയക്കാരാ. ഇവിടെ നടന്നൊക്കെ അവരുടെ ഫോണിലുണ്ട്. എന്നെ സാറ് കൊണ്ടുപോയാ ആ വീഡിയോ അവർ പുറത്തു വിടും. അത് വൈറലാവും. ഞാൻ പുറത്തിറങ്ങും, സാറ് സസ്പെൻഷനിലാവും. സാറ് ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ അതിലുണ്ട്. സാറല്ലേ തുടങ്ങി വെച്ചേ, ഞാനല്ല. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത് സാറാ. ആ വീഡിയോ പുറത്തു വിട്ടാ അതെല്ലാവർക്കും മനസ്സിലാവും. എന്നെ കൊണ്ടുപോ, ലോക്കപ്പിലിട്ട് ഇടിച്ച് കോടതിയിൽ ഹാജരാക്ക്. എനിക്ക് വേണ്ട ശിക്ഷയും വാങ്ങി തന്നു. തൽക്കാലം നീ രക്ഷപ്പെട്ടു. ഇനി അവസരം വരും. നീയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിന്റെ അഹങ്കാരം അന്ന് ഞാൻ തീർത്തുതരാം. ഇന്ന് നടക്കാതെ പോയത് അന്ന് ഞാൻ നടത്തും. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരോട് ചോദിച്ചു നോക്കിയാൽ മതി, ഞാൻ ആരാന്ന് പറയും. ആയിക്കോട്ടെ.